ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതേ പറമ്പിലാട്ടോ. ഇത് ചേട്ടായിക്ക് ഓഫാണ്. അപ്പോൾ ചേട്ടായി രാവിലെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങി കാപ്പിടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ കൊച്ചിനെ വിട്ടിട്ട് ഇറങ്ങിയതാട്ടോ. എന്താ പരിപാടിയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പൊന്നൂസ് ഏറ്റിട്ടില്ല. പൊന്നൂസിനൊരു ജലദോഷക്കോളൊക്കെയാണ്. അപ്പോൾ ഞാൻ ചേട്ടായിനെ കാപ്പി കുടിക്കാൻ വിളിക്കാൻ വന്ന അപ്പോഴേക്കാണ് എന്താ അവിടെ ചേട്ടായി വെട്ടി. നമുക്ക് മഴ പെയ്തപ്പോൾ മഴയും കാറ്റും ഉണ്ടായപ്പോൾ ഇതേ നമ്മുടെ മരമൊക്കെ കാട്ടിത്തരാവേ. ഇതൊക്കെ മരമൊക്കെ മൊത്തം ഒടിഞ്ഞ് അടിയേക്കണുണ്ട് കാറ്റത്ത്. അതൊക്കെ മൊത്തം പെടന്ന് നമ്മുടെ പറമ്പൊക്കെ ഒരുമാതിരി ആയേക്കും. അല്ലേ നോക്കി, ആ വലിയ മരമൊക്കെ വട്ടം ഒടിച്ചതാട്ടോ. അപ്പോൾ ചേട്ടായി അതൊക്കെ ഒന്ന് വിയർത്ത് കുളിച്ചു. ഈ തടിയൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് വയ്ക്കാൻ വേണ്ടി നമുക്ക് ഇനി വിറകിനെടുക്കാമല്ലോ. അതുകൊണ്ട് അപ്പോൾ രാവിലെ തന്നെ ആ പണിയപ്പോൾ ഒന്ന് കാപ്പിടിയൊക്കെ കഴിഞ്ഞ് ഞാനും കൂടെ ഇറങ്ങിയ ഇതൊക്കെ അത്യാവശ്യം കണ്ടോ. അവിടെ ഒക്കെ മൊത്തം വെട്ടിയിട്ടേക്കും കേട്ടോ. ഫുള്ള് ഒടിഞ്ഞത് കൊക്കോയും കാപ്പിയും ഒക്കെ മറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചാടിയപ്പോഴേ നമ്മുടെ പറമ്പൊക്കെ മൊത്തം ഫുള്ള് കാടൊക്കെ കയറി. അപ്പോൾ അതും കൂടെ ഒന്ന് കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ചെടുക്കണം. രാവിലെ തന്നെ കഷ്ടപ്പാടാണ് കേട്ടോ. വിയർത്തൊലിച്ചിരിക്കണം നോക്കി. ഈ പച്ചക്ക് വെട്ടിയെടുത്താൽ പെട്ടെന്ന് ഉണങ്ങിയാൽ പിന്നെ വെട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഇന്ന് ചേട്ടായി ഒരു ഓഫ് കിട്ടിയതാണ്. എന്നാൽ നമുക്ക് കാപ്പ് പിടിച്ചിട്ടായാലോ. എന്നാ അപ്പം ഞങ്ങളിതേ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് പൊന്നൂനെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. പൊന്നു, നമ്മൾ ഡോക്ടർ ആൻറ്റിയുടെ അടുത്ത് പോയില്ലേ? മന്ന് വാങ്ങിച്ചില്ലേ? മന്നൊക്കെ കുടിച്ചു. രണ്ടാം നേരത്തേക്കും പൊന്നൂൻ്റെ കയ്യിലൊരു കെട്ടെ. കൈക്ക് തന്നെ പറ്റിയെന്ന് കാട്ടി കൊടുത്തേ ഉണ്ട്. അത് മാവ് വന്നു, കൈ മുറിഞ്ഞു വന്ന് കൊച്ചിൻ്റെ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിത് പറമ്പിലേക്ക് ഇറങ്ങിയേക്കും. കണ്ടോ, ഈ ഫുള്ള് കാപ്പിത്തൈ ഉണ്ടായേക്കും. അപ്പോൾ ഇപ്പം ഈ നനഞ്ഞ് നന്നായിട്ട് കുതിർന്ന് നിൽക്കണോണ്ട് വീഴും. പറിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കാൻ പോവാം ഞാൻ. അല്ലെങ്കിൽ ഇത് വലിയതായി വരില്ലേ. അതുകൊണ്ട് പൊന്നെ വീഴല്ല കേട്ടോ. ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഫുള്ള് പപ്പയോടാണോ വീഴല്ലെന്ന് പറയണേ? ഉണ്ടോ, അവിടെയൊക്കെ അങ്ങോട്ട് കാപ്പിയുണ്ട്. കാപ്പിത്തൈ അതൊക്കെ പറിക്കാനുള്ളതാണ്. ഉണ്ടോ, പൊന്നൂസ വീഴൂടാ. പൊന്നൂസ് ഞങ്ങളുടെ കൂടെ കൂടിയേക്കുക. ഇതിപ്പം പറിക്കാൻ എളുപ്പാട്ടോ അല്ലേ? പൊന്ന് പറിക്കണ്ടോ? എന്നാ പറിച്ചോ. ഇവിടെ പൊന്ന് വീഴല്ലോ. കുഴിയിലൊന്നും ചാടരുത്. ഇത് നല്ല വെയിലാട്ടോ. ഇവിടെ കുഴിയൊക്കെ കാണും. കുഴിയൊക്കെ ഉണ്ടെന്നേ. ഉണ്ട് പറമ്പിൽ. ഇവിടെ ചേമ്പും കാപ്പിയും കൊക്കോത്തയ്യും അങ്ങനെയെല്ലാം ഉണ്ട്. എവിടെയാ മുത്തിന്റെ കയ്യെ മാവ് വന്നത്? അതമ്മ കെട്ടി തന്നോലോ. അതിന് വേണ്ടി ഒരു കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണേ കേട്ടോ. അല്ലേ പൊന്നു? എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കത്തി എടുക്കുവോ ബ്ലേഡ് എടുക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അന്നേരത്തേക്കും കൈ മുറിയും. പിന്നെ ഇരുന്ന് കരച്ചിലോട് കരച്ചില്ല. അപ്പം ഞങ്ങളിത് മൊത്തം ഒന്നും പറിക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ കണ്ടു പറിച്ച് ഇട്ടേക്കുന്നുണ്ടോ. ദൂരം കാപ്പിത്തി. നാളെ പറിക്കാം. ചോറിനാറായില്ലേ? ഇതൊക്കെ നാളെ കേട്ടോ. പതിയെ പോ പൊന്നോ. പൊന്നോ പോ. ഞണ്ടിനെ കാണാത്തവർ കണ്ടോട്ടോ. നമ്മുടെ കിണറിൻ്റെ അവിടെ നിന്ന് നിറഞ്ഞ് വെള്ളം പോണേണേ. അവിടെ നിന്ന് ഒഴുകി പോണേ. കണ്ടോ ഞണ്ട്? കണ്ടോ പോണ? കണ്ടോ കണ്ടോ പൊന്നൂസേ? ഞണ്ടിനെ കണ്ടോ? പോവാണേ. കാണിച്ച് കണ്ടോ ഞണ്ട് പോണ? കണ്ടോ? നമുക്ക് വെള്ളത്തിലേക്ക് എടുത്തിട്ടാലോ പൊന്നു? പോണ കണ്ടോ? ഞണ്ട് പോണ കണ്ടോ? അയ്യോ, അതിലെങ്കിൽ വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല. ഞണ്ട് അങ്ങോട്ട് ഇറങ്ങിയ ഇതിനെ എടുത്ത് കളഞ്ഞാലോ. ഞണ്ട് ഇറുക്കും. എന്നാ പൊന്നൂസ് ഞണ്ട് ചെയ്യണം? ഞണ്ട് ഇറുക്കും. കണ്ടോ പൊന്നൂസ്? കണ്ടോ ഞണ്ടിനെ?
നല്ല തണുപ്പാട്ടോ, നല്ല സുഖം. പൊന്നൂസ് ഇറങ്ങണ്ടോ? പൊന്നൂസിന് വാതിയല്ലേ? എന്ത് തണുപ്പാ. ഇവിടെ തുണി അലക്കവും കുളിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ. പൊന്നൂസ് ഇറങ്ങണ്ടോ? ഒന്ന് ഇറക്കാം. എന്താ നല്ല ഞണ്ടൊക്കെ പോയി. ഞണ്ടങ്ങോട്ട് താഴേക്ക് വെള്ളം മുങ്ങിയ കൊച്ചുണ്ടോ? നല്ല സുഖമുണ്ടോ? നമുക്കൊക്കെ കഴിക്കാലോ. ഇവിടെ ഒന്ന് കുളിച്ച് കയറിയാലോ? കുളിക്കണോ? തോർത്തൊന്നും എടുത്തില്ലല്ലോ, പിന്നെ ഇങ്ങനെ കുളിക്കണം. പിന്നെ അപ്പം ഇങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ നിൽക്കുക വാങ്ങുന്നത് ഇല്ല, പാഴിയില്ല കേട്ടോ. പിന്നെ പാഴിയൊന്നുമില്ല, ടെക്നൊന്നുമില്ല. എഗ്ഗിനാണെങ്കിൽ അടിപൊളിയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്താ കേട്ടോ, അല്ലേ? നല്ല സുഖമില്ല പൊന്നോ വെള്ളത്തിൽ കളിക്കാൻ. നല്ല രസമില്ലേ? പിന്നെ പാട്ടാ ഓർമ്മയില്ലേ? കാനന ചോലയിൽ ആടുക. ആ പാട്ടാണ് പൊന്നൂസ് ഓർമ്മ വന്നത്. പൊന്നൂസിനെ ഇവിടെ ഇരുത്തട്ടെ, വെള്ളത്തിൽ ഇരുത്തട്ടെ. പൊന്നൂസ് ഇറങ്ങണില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നോക്കിക്കേ, തെന്നി പോവല്ല കേട്ടോ, പാഴിയൊന്നും ഇല്ല. എന്നാലും നോക്കിക്കേ, നല്ലതാണോ? ജലദോഷം മരുന്നിപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നുള്ളേ. നല്ല രസം. കല്ലാട്ടോ നമ്മുടെ, നമ്മളിവിടെ അലക്കണതാണ് കണ്ടോ, ഇവിടെയൊക്കെ ഇട്ട് അലക്കണതൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ ഇവിടെ നമുക്ക് വെള്ളം പിടിച്ച് കുളിക്കാനൊക്കെ പറ്റില്ലേ. പൊന്നോ മതി, ഇറങ്ങണില്ല എന്ന് പറഞ്ഞ പൊന്നു ദേ അതിൽ കൂടെ കിടന്ന ഓട്ടം. മതി പൊന്നോ, പോയാലോ? ഞങ്ങളൊരു ചക്ക അന്വേഷിച്ച് വന്നായിരുന്നു. കണ്ട ഒരു കുഞ്ഞു ചക്ക, അവസാനത്തെ ചക്കയാന്ന് തോന്നണം. ഇട പോണില്ലേ, പപ്പ പോണു. ചെരുപ്പിട, ചേട്ടായിയുടെ ചെരുപ്പും. ഈ കാലാണോ ഇടണ്ടേ? ഈ കാലിടടാ പൊന്നെ. ഇത് പപ്പ പോയിന്നേ, പപ്പ പോയി അങ്ങോട്ട്. പപ്പ വിളിക്കുന്നത്. പപ്പ ഇന്ന് തല്ല് വെച്ച് തരും. അമ്മയ്ക്കിട്ട് കിട്ടും. അമ്മ എടുക്കാം. അമ്മ പിടിക്കാം. അമ്മ കയറട്ടെ നിക്ക. അമ്മേനെ പിടിച്ചേ, കയ്യെ പിടിച്ചേ. ഈശോപ്പേ, ഇവിടെ കയറ. വെള്ളത്തിൽ കൂടെ പോകണ്ടോ? ഇവിടെ വരെ പോ. ഇവിടെ കയറ ബാ. നല്ല രസമല്ലേ? എവിടെ ഒന്ന് കുളിക്കാനും ഇലക്കാനൊക്കെ ഒന്ന് വന്നെ. പതിയെ കയറാം. ഞങ്ങളപ്പോൾ പറമ്പിൽ നിന്ന് കയറുക കേട്ടോ. ചേട്ടായി നമ്മൾ ഇത്രയും പറിച്ചില്ല ഇത്ര നേരം കൊണ്ട്. അയ്യടാ ആണ്ടോ, 6 തൊട്ടി മൊത്തം പറിച്ചു കേട്ടോ. അയ്യോ, ഇനിയുണ്ട്, താഴേക്കുണ്ട്. ഇനി അടുത്ത ദിവസം, ഇനി അടുത്ത ഓഫിന് നമ്മുടെ ഇതൊക്കെ ആയിട്ട് നമ്മൾ കയറുവാണ്. എഡ്വിൻ ചേട്ടായുടെ ചെരുപ്പ് ചാടി